ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ രാവിലെ നല്ല വൈകിട്ടെന്ന് എനിക്ക് 6:15 പാല് കറക്കാനും നന്നായി വൈകിട്ട്. അതാ നമ്മുടെ പോത്തപ്പന്മാരൊക്കെ പുറകെ നിൽക്കണം. അതാ നമ്മുടെ പോത്തപ്പന്മാരൊക്കെ നിൽക്കണണ്ട. ഇവിടെയൊക്കെ നമ്മൾ അടിച്ച് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വന്നിവിടെ അടിച്ച് ക്ലീൻ ചെയ്തു. വളമൊക്കെ വാരി ആ സൈഡിലേക്ക് ആക്കിയതാ. അവിടെയുള്ളതൊക്കെ വളമൊക്കെ വാരിയിട്ട് കാണിച്ചു തരാം കേട്ടോ. നീറ്റാക്കി ഇട്ടിട്ടുണ്ട്, ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. ഇവിടെ പിന്നെ വെയിൽ കൊണ്ട് നന്നായിട്ട് ഉണങ്ങണം കേട്ടോ. അപ്പം കുത്താൻ വീനുകൊണ്ട് കണ്ട അവൻ്റെ സ്വഭാവം കണ്ട. ഫ്ലാഷ് കുത്താൻ വീൻ്റെ പോത്ത് കൊമ്പാ പോത്തിന് കൊമ്പുണ്ടെന്ന് പറയണം നമുക്ക്. അപ്പോൾ കണ്ടപ്പോൾ പാല് കറന്നുകൊണ്ടിരിക്കുക കേട്ടോ. കുഞ്ഞോ ഇതെന്താ കുടമൊക്കെ വെള്ളം കുടിക്കാൻ കൊണ്ടുവന്നു. ഇതേണ്ട കൊതുക് തിരി ഇവിടെ മസ്റ്റാണ്. കറന്നു കഴിഞ്ഞാൽ ഇപ്പം ഇന്ന് നന്നായി വൈകിയില്ലേ പൂ. ഞാൻ ഒരു ഉറക്കം കഴിഞ്ഞിട്ട് അപ്പൂൻ്റെ അടുത്ത് സമയം നോക്കുക പറഞ്ഞപ്പോൾ അപ്പം മിണ്ടാണ്ട് കിടന്നു. പിന്നെ എണീച്ച് നോക്കുമ്പോൾ 6:15 എന്താ അപ്പൊന്നും മിണ്ടാത്തത്. ഇതേണ്ട നമ്മുടെ വളമൊക്കെ ഇവിടെ നല്ല നിറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പശുവിൻ്റെ വളം അവിടെ നിറഞ്ഞിരിക്കുന്നുണ്ട്. പോത്ത് വളം മിക്കൂസും ഇതാ തൊഴുത്തിൻ്റെ ഉള്ളിലാണ്. ഞാൻ മിക്കു എവിടെയാണ്? അപ്പം ഞാൻ മിക്കുൻ്റെ തൊഴുത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ എല്ലാം വൃത്തിയാക്കൽ കഴിഞ്ഞ് ഫ്രഷ് ആവൽ കഴിയുമ്പോഴേക്കും മിക്കു എണീറ്റ് വന്ന് അടി ഉണ്ടാക്കാൻ തുടങ്ങിയില്ലേ. മിക്കു ഒന്നിനും എണീറ്റ് നേരത്തെ പാല് കറന്നു കഴിഞ്ഞു കേട്ടോ. സമയം പാലൊക്കെ കറന്നു കഴിഞ്ഞ് പാത്രമൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പോത്തപ്പന്മാരെ വേണ്ടവർ കോണ്ടാക്ട്. ഇന്ന് ശനിയാഴ്ചയല്ലേ? ഇന്ന് വാപ്പ ചിലപ്പോൾ ചന്തയ്ക്ക് കൊണ്ടുപോകാറുണ്ട്. ഇനി വിന്നൊക്കെ ഇല്ലേ പോ അഴിച്ചു വിട്ടിട്ട് വിന്ന് വെളിയിലാക്കിയിട്ട് മാറ്റ് പൊക്കിയിട്ട് അടിച്ചാൽ മതി. പിന്നെ ക്ലീൻ ചെയ്തതിൽ സമയം ആ മാറ്റ് പൊക്കി വെക്കണം, എന്നാലേ നന്നായിട്ട് ഉണങ്ങുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഉണങ്ങില്ല. ഇവനെന്താ കാണിക്കുക? ഇവൻ 160 ഡിഗ്രി ഇവങ്ങനെ തിരിയാണ് കേട്ടോ. ഇവൻ ഇത്തിരി കൊമ്പ് കൊണ്ടാക്കൽ കൂടുതൽ. മുക്കുൻ്റെ ഇളനീര് കാണിച്ചു തരാം. ഇതൊക്കെ തേങ്ങയാണ് കേട്ടോ. നല്ലതായിട്ട് തേങ്ങ 5 ചാക്ക് തേങ്ങയുണ്ട് കേട്ടോ. അതുപോലത്തെ മുക്കുന് സ്പെഷ്യൽ ഇളനീര്. ഇത് നമ്മുടെ പുതിയ വൈക്കോൽ ഇറക്കിയതാണ് കേട്ടോ. 25 ആയിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഒറ്റ ഫ്രെയിമിൽ കണ്ട നമ്മുടെ ഗുണ്ടൻ പോത്ത്, നടുക്കഷ്ണം. നമ്മുടെ ഇവൻ ഒന്നും കഴിക്കൽ ഭയങ്കര കുറവാണ്, ചെറിയ പോത്ത്. നമ്മുടെ 2 പശുക്കിടാക്കൾ. അപ്പോൾ ഇത് വെള്ളം അങ്ങോട്ട് പോകാണ്ട് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. വെള്ളം അങ്ങോട്ട് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന പോലെ എനിക്ക് വീഡിയോ എടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ക്ലീൻ ചെയ്യുന്ന സമയത്തുള്ള വീഡിയോസൊക്കെ ഫോൺ ഓരോടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെ ആയിട്ട് എടുക്കുക. കൊതുക് തിരി പൊങ്ങഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും ഉള്ളത് ഭയങ്കര ഉപകാരമാണ് കേട്ടോ. അകിടുവീക്കം വരാണ്ടിരിക്കുക ഏറ്റവും നല്ലതാണ്. ഞങ്ങൾക്കിപ്പോൾ തോന്നുന്നത് ഇപ്പോഴും ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ വൈകി കറക്കാറുണ്ട്, പക്ഷെ അവൾക്ക് അകിടുവീക്കം അങ്ങനെ കാര്യമായിട്ട് വരാറില്ല കേട്ടോ. ഈ മാറ്റ് ഇട്ടതിന് ശേഷം, കാരണം ഈ കോൺക്രീറ്റ് നിലത്ത് കിടക്കുമ്പോഴാണ് തോന്നുന്നുണ്ട് ഈ കൂടുതൽ അകിടുവീക്കം വരുന്നത് കേട്ടോ. അത് കേട്ടിട്ടുണ്ട്, കോൺക്രീറ്റ് നിലത്ത് കിടന്ന വേഗം അകിടുവീക്കം വരുമ്പോഴത്തെ. എൻ്റെ വീട്ടിലൊക്കെ പശു വളർത്തുന്ന സമയത്ത് ഞങ്ങൾ കൂടുതലും ഇതുപോലെ ഇങ്ങനെ മണ്ണിലൊഴിച്ച് കിട്ടും. ഓ മിക്കൂസിനെ അയച്ച ഹായ് പറ, ഗുഡ് മോർണിംഗ് പറ. കൈ പൊന്തുന്നില്ല പറയ സത്തുമാ. മിക്കു ഉറങ്ങി ചിരിക്കാൻ. എൻ്റെ മിക്കു ബ്രഷ് ചെയ്തോ? മിക്കുവിനെ തന്നെ നോക്കിയിരിക്കുക. മിക്കു നമ്മുടെ പുറകിൽ ആരൊക്കെ ഉണ്ട്? പോത്ത്, പശു, അമ്മയൊക്കെ എപ്പോൾ അഴിച്ചു വിടുമ്പോണ്ടെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കാണ്ട്. ഇനി അപ്പോൾ പാലും കൊണ്ടുപോകും. വേണ്ട ക്ലീൻ ചെയ്തിട്ടിരിക്കുന്നുണ്ട്, നല്ല ഡീപ്പ് ക്ലീനിങ്. മാറ്റൊക്കെ ഇങ്ങനെ കഴുകി വിടണ്ട, എന്താ വെച്ചാൽ ഉണങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പുല്ലൂട്ടിയും വൃത്തിയാക്കിയിട്ടൊന്ന് ഞാൻ വീഡിയോ എടുത്തില്ലതാ.
പുല്ലുകൂട്ടി വൃത്തിയാക്കികൾക്ക് വൈക്കോൽ ഇട്ട് കൊടുത്ത് തന്നെയാണ്. ഇതാ കുഞ്ഞു പശുവിൻ്റെ പുല്ല് എല്ലാവിടെയും വൃത്തിയാക്കി. അവിടെയും കുറേ വൈക്കോൽ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കഞ്ഞിവെള്ളം കഞ്ഞിൻ്റെ കുഞ്ഞിൻ്റെ പാത്രത്തിൽ അമ്മ പശുവിന് വെള്ളം കൊടുത്താണ്. അപ്പോൾ എവിടേക്ക് പോയി? പാപ്പ ഒക്കെ നീ പോണ്ട? മിക്കു അപ്പു പാല് കൊണ്ടുപോകുമ്പോൾ അടി ഉണ്ടാക്കട്ടെ പോകാൻ വേണ്ടിയിട്ട്. മിക്കോ ആ പാത്രത്തിലുണ്ടല്ലോ. ഗുണ്ടൻ മിക്കുവിനെ മണക്കാൻ വേണ്ടി അല്ലേ? ഗുണ്ടു വിളിക്ക്. ഗുണ്ടച്ചാ ബ്രേസ്ലെറ്റ് ഒന്നും അവിടെ വെച്ചു. പാൽപാത്രം. അപ്പോൾ പാൽപാത്രത്തിന് മേലെ കൂടെ ഒന്ന് കഴുകി കേട്ടാ. വേണ്ട പാൽ തുള്ളികൾ അല്ലേ? എൻ്റെ പോത്തപ്പന്മാരെന്താ ചെയ്യുന്നത്? ഗുണ്ടു ഗുഡ് മോർണിംഗ് ഗൈസ് പറയൂ. എൻ്റെ മുഖമൊക്കെ നോക്കും. പിന്നെ പ്രായമായ പോലെ തോന്നുന്നു എൻ്റെ മുഖം കാണുമ്പോൾ. ഇതാണ് നമ്മുടെ കയ്യിൽ തലയെടുപ്പുള്ള ഗജവീരൻ. ആ പോത്തിൻ്റെ മുകളിലിരുന്ന് നന്നായിരിക്കും. ഈ പോത്ത് കുത്തി നിന്നെ മലത്തിയിടും. പശുവിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് ഇരിക്കുക. അപ്പം അടുത്ത് പശുവിൻ്റെ മുകളിൽ. അപ്പം എന്താ നമ്മൾ പാലുകാരൻ കഴിഞ്ഞ് ഇനി അപ്പു പാൽ കൊടുത്തിട്ട് വന്നിട്ട് പിന്നെ അഴിച്ചു വിടുള്ളൂ കേട്ടോ. ആ പാൽ കൊടുത്ത് വന്നിട്ട് നമുക്ക് ശരി. നമ്മൾ പാൽ കൊടുത്ത് വന്ന് പോത്തുകളിനെ അഴിച്ചു വിട്ട് പശുക്കളിനെ ഇതിൽ നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ അഴിച്ചു വിട്ട് അവിടെ വൃത്തിയാക്കി വിടും കേട്ടോ. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ.